ഗൈസ്, ഞാനും നമ്മുടെ പൂച്ചക്കുട്ടിയും കൂടെ ചേർന്ന് മത്സരിച്ച് ഇയലിനെ പിടിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് ഓടുവാണ് കേട്ടോ. ഇനി നേരെ ഫ്ലാഷ് ബാക്കിലേക്ക്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സജഷൻ അനുസരിച്ച് നമ്മൾ ഓസ്കാർ മീനെയും വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ടെമ്പറേച്ചറുമായിട്ട് ഒന്ന് ഇണങ്ങാൻ വേണ്ടി നമ്മൾ ഒരു 10 മിനിറ്റത്തേക്ക് കൊണ്ടുവന്ന മീനെ ഇതുപോലെ ടാങ്കിലിട്ട് വെക്കുവാണ്. ഇതിനുശേഷം നമ്മൾ ഇവരെ നേരെ ടാങ്കിലേക്ക് റിലീസ് ചെയ്തു. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും ഇവർ രണ്ടുപേരും അത്യാവശ്യം ആക്റ്റീവ് തന്നെയാണ്. മാത്രമല്ല ടാങ്കിന്റെ ഭംഗി കൂട്ടാനായി നമ്മൾ കുറച്ച് പെബിൾസും പിന്നെ ഹൈജീനായി ഇരിക്കാൻ ഒരു സക്കർ ഫിഷിനെ കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തപ്പോൾ ടാങ്കിന് അത്യാവശ്യം ഒരു ലുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു ദിവസം വിട്ടിട്ട് നാളെയാണ് ഇവർക്ക് ഫസ്റ്റ് ടൈം ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഫുഡ് കൊടുത്തപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഓസ്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വൈറ്റ് എത്ര നേരമായിട്ടും ഫുഡ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. അക്യൂരം മാറിയതിന്റെ സ്ട്രെയിൻ ആവാം, പക്ഷെ നമുക്ക് കുറച്ച് വിഷമമായി. അന്ന് രാത്രി ഒരു മഴ പെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതി ഈയൽ പറക്കാൻ തുടങ്ങി. അതിൽ 2-3 എണ്ണത്തിനെ പിടിച്ച് ടാങ്കിൽ ഇട്ടപ്പോൾ തന്നെ ബ്ലാക്ക് അതിനെ വന്ന് സ്പോട്ടിൽ അടിച്ചു. അതുവരെ ഫുഡ് എടുക്കാതെ നിന്ന നമ്മുടെ വൈറ്റ് ഓസ്കാറിന് ഈയലിനെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം. നല്ല ഹെവി സൗണ്ടോട് കൂടിയാണ് കേട്ടോ അവനൊരു ഈയലിനെ അടിച്ചത്. അവനും കൂടി ആഹാരം എടുത്ത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പിയായി. ഇനി നമ്മുടെ എയിം യുവമാരെ വളർത്തി നല്ല ചുണ കുട്ടികളാക്കി കൊണ്ടുവരിക എന്നതാണ്.